തുലാം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്തു വിധത്തിലുള്ള ഫലം നൽകും, അല്ലെങ്കിൽ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ സ്വന്തം ജാതകം നിങ്ങൾ തന്നെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് സ്വയം നിർണ്ണയിക്കാവുന്നതാണ് ഈ ഫലങ്ങളൊക്കെ എനിക്ക് എങ്ങനെ ബാധകമാകുമെന്ന്. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയുമൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം. അത് എവിടെ സ്ഥിതി ചെയ്യുന്നുവോ അതാണ് നമ്മുടെ രാശിയായിട്ട് വരുന്നത്. അവിടെ തന്നെയാണ് നക്ഷത്രവും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ രാശിയുടെ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ശനീശ്വരൻ ഇനി രാശിയുടെ 6-ാം ഭാവത്തിലേക്കാണ് സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ 6-ാം ഭാവം എന്ന് പറയുന്നതിന് ഋണരോഗ ശത്രുസ്ഥാനമാണ്. അവിടെ ശനീശ്വരൻ സ്ഥിതി ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് നന്മ ലഭിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നാം. എന്നാൽ അതിനെക്കുറിച്ച് കേട്ടുള്ളൂ. എന്നാൽ തുലാം രാശിക്കാർക്ക് അത് ലക്കി ആയിട്ടുള്ള ഒരു ഇടമാണ്. അതായത് കുറേ കാലമായി കോടതി കേസ് വഴക്കുകൾ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിലേക്ക് നടന്ന നിങ്ങൾക്ക് ഈ 6-ാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം ഗുണകരമായ പല മാറ്റങ്ങളുമാണ് ജീവിതത്തിലേക്ക് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. അതായത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു തീർപ്പ് കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളൊക്കെ. അതായത് 2025 പൂർണ്ണമായിട്ടുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഫലം ലഭിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. വസ്തു സംബന്ധപ്പെട്ട തർക്കം, കുടുംബപരമായ ആ ഒരു തർക്കം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള ആ ഒരു തർക്കം, തൊഴിൽപരമായ ഇടങ്ങളിലുണ്ടായിരുന്ന തർക്കങ്ങൾ, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. എന്നാൽ തന്നെയും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജന്മജാതകത്തിൽ ലഗ്നവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശ എന്താണോ, ദശാബുദ്ധികൾ എന്താണോ, അതിനനുസരിച്ചുള്ള ഒരു ഫലം മാത്രമായിരിക്കും എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥമായ ഒരു വസ്തുതയാണ്. ഇപ്പോൾ ശനിദശ നടക്കുന്നവരുണ്ടാവാം, കേതുർ ദശ നടക്കുന്നവർ, രാഹുർ ദശ നടക്കുന്നവരുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ദശകളിലുള്ള കാലഘട്ടങ്ങളിലൂടെയുള്ള ആ ഒരു സഞ്ചാരത്തിൽ നമുക്ക് ആ ഫലം മാത്രമായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. അപ്പോൾ ഈ രാശി മാറ്റങ്ങളെന്ന് പറയുന്നത് അപ്പോഴായിട്ട് വരുന്ന മാറ്റങ്ങൾ നമുക്ക് അതിൻ്റേതായ ഒരു ഫലം നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഒരു മാറ്റം, അതായത് ശനിയുടെ ആ ഒരു ദശാ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നല്ല ഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ സ്വന്തം ജാതകത്തിൽ എന്ത് ദശകളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ സ്വയം തന്നെ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രാശിയുടെ 8-ാം ഭാവത്തിൽ ഉണ്ടായിരുന്ന ഗുരു ഭഗവാൻ ഇനി 9-ാം ഭാവത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. അതും വളരെ ഏറെ നന്മ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ തുലാം രാശിക്കാർക്ക്. അതിനാൽ തന്നെ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഒരു വിജയം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിച്ചിട്ടൊക്കെ പലർക്കും നടക്കാത്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പറയുന്ന ഈ സമയങ്ങളൊക്കെ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുമെന്നുള്ളതിന് ഒരു വിധത്തിലുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഗുണകരമായ മാറ്റം തന്നെയാണ് ശനിയും അതുപോലെ തന്നെ ഗുരു ഭഗവാൻ എന്ന് പറഞ്ഞാൽ വ്യാഴൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുന്നത്. നമ്മൾ എടുക്കുന്ന പരിശ്രമങ്ങൾ ഒക്കെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഗുരുവിൻ്റെ ആ ഒരു സ്ഥാനം പറയുന്നത്. കാരണം ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്കാണ് പതിയുന്നത്. അത് നന്മയാണ് പ്രദാനം ചെയ്യുന്നത്. അടുത്തതായി രാഹു എന്ന ഗ്രഹം, നിഴൽ ഗ്രഹം, അതായത് നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്നും തന്നെ നമ്മുടെ നിഴൽ പോലെ നമ്മുടെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരുന്ന ഒരു ഗ്രഹം തന്നെയാണ് രാഹു എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ ഇദ്ദേഹം 6-ാം ഭാവത്തിൽ നിന്നും 5-ലേക്കാണ് മാറ്റം ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചിന്തകളിലേക്ക് കടന്നുകൂടി 2 വിധത്തിലുള്ള ചിന്താഗതികളെ പ്രാപ്തമാക്കുകയും മനസ്സിനെയും അതുപോലെ തന്നെ ശരീരത്തിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾ സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെ ഏറെ ജാഗ്രതയൊക്കെ എടുക്കേണ്ട ഒരു സമയം കൂടിയായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശരിയായ രീതിയിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ ഇദ്ദേഹം, അതായത് രാഹു, നമുക്ക് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ കുടുംബപരമായിട്ടാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായി പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അവിടെയും തെറ്റായ ഒരു ചിന്താഗതിയൊക്കെ നമുക്ക് പ്രാപ്തമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ. അപ്പോൾ ഇത് മനസ്സിനെ ബാധിച്ച്
വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എന്തുകൊണ്ടാണ് ഇറങ്ങിയിട്ടും നല്ലതെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും നമുക്ക് നടക്കാത്തതെന്ന ചിന്ത പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം രാഹു ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച കാര്യത്തിലൂടെ മാത്രമാവണം നമ്മൾ സഞ്ചരിച്ചു പോകേണ്ടതെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇത് പറയാനുള്ള കാരണം ഗുരുവിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു തെളിവായ മനോകാരകനായ ആ ഒരു സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഒരു സ്ഥാനത്തിലേക്ക് വ്യതിചലനം ഉണ്ടാകുവാൻ പാടില്ല. അപ്പോൾ ആ ഒരു ചിന്താഗതി അവിടെ വേണം. കാരണം ഗുരു അവിടെ രാഹുവിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചിന്തയിൽ ആ രാഹുവിൻ്റെ ചിന്ത കടന്നു വരരുത്, നമുക്ക് ഗുരുവിൻ്റെ ചിന്ത കടന്നു വരണമെന്നാണ്. അപ്പോൾ ശരിയാകുമോ എന്നല്ല, ശരിയാക്കും എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വേണം. നടക്കുമോ എന്നല്ല, നടത്തും എന്ന ചിന്താഗതി നമുക്ക് വേണമെന്നതാണ് ഞാനീ പറയുന്നത്. ഈ ഒരു ചിന്താഗതി നിങ്ങളിലേക്ക് പ്രാപ്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ നല്ല ഉദ്യോഗം ലഭിക്കുന്ന ആ ഒരു ഇടങ്ങളിലൊക്കെ അതിൻ്റേതായ ചാൻസുകളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത് തന്നെയാണ്. തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ മുന്നേറ്റം ലഭിക്കുന്നതാണ്. അതുപോലെ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെയും അതിൻ്റേതായ ഒരു മാർഗം തെളിഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ രാഹുവിൻ്റെ ഇടപെടലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഗുരുവിൻ്റെ ഇടപെടലാണ്. അതായത് ഉപദേശകൻ, അതായത് നന്മ തിന്മകളെയൊക്കെ തുല്യമായി തന്നെ തൂക്കി അളന്ന് അതിൻ്റേതായ ശരിയായ ഫലത്തെ കണ്ടെത്തുവാൻ കഴിവുള്ളവർ തന്നെയാണ് തുലാം രാശിക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രാസിൻ്റെ ചിഹ്നം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എല്ലാം തുല്യമായ അളവിൽ നിങ്ങൾക്ക് തൂക്കി കൃത്യമായി എടുക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് മനസ്സിലാക്കി വേണം പോകുവാനായിട്ട്. കിട്ടില്ല എന്ന അല്ലെങ്കിൽ നടക്കില്ല എന്ന ചിന്തകൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുവാൻ പാടില്ല. കുടുംബപരമായി സഹോദര സ്ഥാനങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് അതൊക്കെ മാറി എടുക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഈ വർഷം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു നല്ല വർഷം നിങ്ങൾക്കായിരിക്കുമെന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ട് അതിൻ്റേതായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മഹാകാലഭൈരവനെ വണങ്ങുന്നത് വളരെയേറെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതായത് കാലഭൈരവൻ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ പലയിടങ്ങളിലും പ്രതിഷ്ഠകളായിട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ശിവഭഗവാനെ നമ്മൾ വണങ്ങുമ്പോൾ അദ്ദേഹത്തിന് കൂവളമാലയൊക്കെ ചാർത്തിയിട്ട് കാലഭൈരവ സ്വാമിയെ വണങ്ങുന്നത് വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യും ഈ തുലാം രാശിക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഭൈരവസ്വാമി അഴിച്ച് ഇല്ലാതെ ചെയ്ത് നല്ല ഒരു മുന്നേറ്റം തരുന്ന ഒരു സമയം കൂടിയായിരിക്കും. അതുപോലെ ശ്രീ പത്മനാഭ സ്വാമിയെയും വണങ്ങുന്നത് നിങ്ങൾക്ക് വളരെ ഏറെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യും. എന്നിരുന്നാലും നിങ്ങളുടെ വീടിന് അടുത്തൊക്കെയുള്ള ഈ ഗുരു പ്രതിഷ്ഠ അല്ലെങ്കിൽ യോഗീശ്വര പ്രതിഷ്ഠ ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ പോവുക, ആ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഗുരുവിനെ വണങ്ങുക. കാരണം ഗുരുവിൻ്റെ ആ ഒരു ആശീർവാദം വളരെയധികം വേണമെന്നാണ്. അതായത് വ്യാഴൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഗുണകരമായ ഒരു നല്ല ഫലം നൽകണമെങ്കിൽ ഗുരു പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരു സങ്കല്പം വച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്മ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടായാലും ഈ ഒരു 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് വിജയപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത് തന്നെയാണ് ശുഭം.